ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 8 ബുധനാഴ്ചയാണ്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ ലോകം ശ്വാസം പിടിച്ച് കാത്തിരുന്ന മണിക്കൂറുകളായിരുന്നു. ഇന്ത്യൻ സമയം രാവിലെ 5:30 മുന്നേയായി ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ആ സിവിലൈസേഷൻ തന്നെ ഇല്ലാതാക്കും, അതായത് ആ രാജ്യം തന്നെ ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഒരു പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് എഴുതിയ വരികളായിരുന്നു അത്. എന്നാൽ വെറും 2 മണിക്കൂർ മാത്രം ബാക്കിയുള്ള സമയത്ത് ലോകം മുഴുവൻ ഒരേ ഒരു ചോദ്യം മാത്രമായിരുന്നു: ഇറാൻ വഴങ്ങുമോ അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുമോ? എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡെഡ് ലൈൻ അവസാനിക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ഇറാനുമായി 2 ആഴ്ചയ്ക്ക് സീസ് ഫയർ US പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് യുദ്ധം ഒഴിവാക്കാനുള്ള നീക്കമാണോ അല്ലെങ്കിൽ ഇനിയും പുതിയ ട്വിസ്റ്റുകൾ വേറെയും വരുമോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇന്നലെ വൈകുന്നേരം ട്രംപിൻ്റെ പോസ്റ്റിന് ശേഷം ഡൗ ജോൺസ് ഏകദേശം 1% ഇടിഞ്ഞിരുന്നു. ഇപ്പോൾ 2.5% മുകളിലുള്ള ഒരു നേട്ടത്തിലാണ് ഡൗ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. സീസ് ഫയർ 2 ആഴ്ചയ്ക്ക് എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഡൗ കുതിച്ചു കയറി. ഇതിനിടെ ഹോർമുസ് കടലെടുക്ക് വഴി സുരക്ഷിതമായി കടന്നു പോകാൻ ഇറാനും അനുവദിച്ചതോടെ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $100 താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതും ബ്രണ്ടും WTIയും ഏകദേശം 14% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഗോൾഡ് സിൽവർ പ്രൈസുകളിൽ കാണാം. സ്പോട്ട് ഗോൾഡ് 3.5% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. സിൽവർ പ്രൈസുകൾ 6% നേട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഇന്ന് രാവിലെ 10 മണിക്കാണ് നടക്കുന്നത്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഡിസിഷൻ ഇന്ന് രാവിലെ 10 മണിക്ക് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നാളെ Q4 റിസൾട്ടുകൾ ആരംഭിക്കുകയാണ്. നാളെ ഏപ്രിൽ 9 ടാറ്റ കൺസൾട്ടൻസി സർവീസസിൻ്റെ, അതായത് TCSൻ്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ച് ഈ ക്വാർട്ടർലി റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ്. ഇനി ഏഷ്യൻ വിപണിയിലേക്ക് 2 ആഴ്ചയ്ക്ക് സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം ജപ്പാൻ മാർക്കറ്റ് നിക്കി 4.5% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 3% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,805 എന്ന നിലയിൽ 668 പോയിന്റ്സ് ഉയർന്നാണ്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 650-ലേറെ പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2.5% മുകളിലുള്ള ഒരു നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. $71,000 ഇനിയും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ധാരാളം വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട്. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റിസൾട്ട് സീസൺ നാളെ ആരംഭിക്കാൻ പോവുകയാണ്. രൂപയുടെ ഇടിവ് IT കമ്പനികളെ രക്ഷിക്കുമോ, യുദ്ധം ലാഭപ്രവചനങ്ങളെ ബാധിക്കുമോ എന്നിങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. ഏതായാലും നാളെ TCSൻ്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ച് ഈ ക്വാർട്ടർലി റിസൾട്ട് സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ കമ്പനികൾ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയില്ലെങ്കിലും ഈ സീസണിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫലങ്ങൾക്കൊപ്പം വരുന്ന മാനേജ്മെൻറ്റ് കമൻട്രികളുമായിരിക്കും. വിപണിക്കുള്ള ഭാവിയിലേക്കുള്ള പ്രതീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി കമ്പനികളുടെ നെറ്റ് പ്രോഫിറ്റ് വർഷം തോറും ഏകദേശം 6 മുതൽ 7% വരെ ഉയരും. പക്ഷേ ഇത്തവണ ആദ്യം ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളതും നല്ല ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വരാൻ സാധ്യതയുള്ളതുമായ ഒരു സെക്ടറിനെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. IT എക്സ്പോർട്ട് മേഖലയാണത്. രൂപയുടെ മൂല്യം കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ സോഫ്റ്റ്വെയർ സർവീസ് കമ്പനികൾക്കും മറ്റ് എക്സ്പോർട്ട് അധിഷ്ഠിത കമ്പനികൾക്കും മാർജിൻ മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഓട്ടോ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ പാസഞ്ചർ വാഹന, 2 വീലർ, കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ സെയിൽസൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. അതിനാൽ അവരുടെ ഓരോ മാസത്തെയും മന്ത്ലി സെയിൽസ് ഡാറ്റയും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ കമ്പനികൾക്ക് മികച്ച റവന്യൂ വളർച്ചയും ഓപ്പറേറ്റിംഗ് ലെവറേജും ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ബാങ്കിങ് മേഖലയിലേക്ക് വന്നാൽ ബാങ്കിങ് മേഖലയിലെ വളർച്ച കുറച്ച് മിതമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വകാര്യ ബാങ്കുകൾ സർക്കാർ ബാങ്കുകളെ അപേക്ഷിച്ച് കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചേക്കാം. കുറഞ്ഞ ഈൽഡ് ലോൺസ്, ഡെപ്പോസിറ്റ് ചെലവ് എന്നിവ മാർജിനുകളിൽ സമ്മർദ്ദം സൃഷ്ടിച്ചേക്കാം. മെറ്റൽ സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റൽ കമ്പനികൾ ശക്തമായ വില പിന്തുണയുടെ അടിസ്ഥാനത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. ഇനി ഓയിൽ കമ്പനികളിൽ തീർച്ചയായിട്ടും ഒരു മാർജിൻ പ്രഷർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഇനി ചില റിസ്ക് ഫാക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ തുടർന്നാൽ ഫിനാൻഷ്യൽ ഇയർ 2027 ലാഭപ്രവചനങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. മുൻപ് 14 മുതൽ 15% പ്രതീക്ഷകൾ ഇപ്പോൾ ഏകദേശം 7.5 മുതൽ 8% മാത്രമാണ്.
ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഇൻഫോസിസ് എന്ന കമ്പനി. എൻ്റർപ്രൈസുകൾക്കായി ഏജന്റിക് AI അടിസ്ഥാനമാക്കിയുള്ള സോഫ്റ്റ്വെയർ ഡെലിവറി മാറ്റങ്ങൾ വേഗത്തിലാക്കാൻ ഹാർനസുമായി സ്ട്രാറ്റജിക് പങ്കാളിത്തം കമ്പനി പ്രഖ്യാപിച്ചു. അടുത്ത ഗെയിൽ എന്ന കമ്പനിയാണ്. ഗ്രീസിലെ പ്രമുഖ ഷോപ്പിംഗ് കമ്പനിയായിട്ടുള്ള ആൽഫ ഗ്യാസുമായി LPG കപ്പലിനായി ദീർഘകാല ചാർട്ടർ കരാർ കമ്പനി ഒപ്പുവെച്ചു. പാൻതിയോൺ മാരിടൈം സർവീസസ് വഴിയാണ് കരാർ നടപ്പിലാക്കുന്നത്. അടുത്തത് ഓറോബിൻഡ ഫാർമ എന്ന കമ്പനിയാണ്. US FDA നിന്ന് ടൈപ്പ് 2 പ്രമേഹ ചികിത്സയ്ക്കുള്ള ഡാപ്പ ഗ്ലിഫോസിൻ മെറ്റ്ഫോർമിൻ ടാബ്ലറ്റുകൾക്ക് അന്തിമ അനുമതി കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ബയോകോൺ എന്ന കമ്പനി. അമേരിക്കയിൽ ബോസായ ഔക്കസ്ലു എന്ന മരുന്നുകൾ വാണിജ്യമായി ലോഞ്ച് കമ്പനി ചെയ്തിരിക്കുന്നു. അടുത്തത് സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. 1500 മുതൽ 3000 കോടി രൂപ വില വരുന്ന വലിയ ഓർഡർ കമ്പനി നേടി. ഇന്ത്യയിൽ ആദ്യമായി ഡ്യുവൽ ഫ്യൂവൽ കപ്പലുകൾ കമ്പനി നിർമ്മിക്കും. അടുത്ത് പ്രോസ്റ്റാം ഇൻഫോ സിസ്റ്റംസ് എന്ന കമ്പനിയാണ്. 165 കോടി രൂപ വില വരുന്ന 50 മെഗാവാട്ട് സോളാർ EPC പ്രൊജക്റ്റ് കമ്പനി നേടി. കൂടാതെ ബാറ്ററി സ്റ്റോറേജ് രംഗത്ത് ഷെൻസൺ ടോപ്പ് ബ്രാൻഡായി MOU കമ്പനി ഒപ്പുവെച്ചു. അടുത്തത് അരവിന്ദ് സ്മാർട്ട് സ്പേസസ് എന്ന കമ്പനിയാണ്. മുംബൈയിലെ ഗോർജിയോൺ വെസ്റ്റിൽ 2400 കോടി രൂപ മൂല്യമുള്ള ഹൈറൈസ് റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് കമ്പനി സ്വന്തമാക്കി. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS 8692 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 7979 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 23,124 155 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ അത് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാമെന്ന്. ഇന്നലത്തെ വീഡിയോയിൽ പോലും ആ ഒരു കാര്യം പ്രത്യേകം നമ്മൾ പറഞ്ഞതാണ്. അത്തരത്തിൽ ഇന്നലെ നമുക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയും ചെയ്തു. ഇനി അപ്സൈഡിൽ ക്രൂഷ്യലാവാൻ സാധ്യതയുള്ളത് ഈ ഒരു സോൺ തന്നെയാണ്. ഏതായാലും സ്ഥിതി ഇപ്പോൾ വളരെ മോശമായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റിൻ്റെയൊക്കെ സിറ്റുവേഷൻ വളരെയേറെ മോശമായതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു സോണിലൊക്കെ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല. യുദ്ധത്തിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ഇടിവ് വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ആണെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് ഡൗൺ സൈഡിലെ ഈ ഒരു സോൺ തന്നെയാണ്. ഇനി ഈ ഒരു സോണിന് താഴെയായിട്ട് ഒരു വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അടുത്ത ആഴ്ചയിലെ വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,716-ൽ 107 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിലെ ഈ ഒരു സോൺ തന്നെയാണ് പ്രധാനപ്പെട്ടതായി വരുന്നത്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അപ്സൈഡിലേക്കുള്ള ലെവലുകൾ നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് വലിയ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.